കറികളുടെയും തിറകളുടെയും നാട്ടിൽ 10 വർഷത്തിനിപ്പുറം വീണ്ടും കലയുടെ പെരുങ്കളിയാട്ടത്തിന് ആരവമുയരുകയാണ്. നിളയും കബനിയും പമ്പയും പെരിയാറും കല്ലായിയും അടക്കം 20 നദികളുടെ പേരിൽ വേദികൾ, 232 ഇനങ്ങളിലായി 12,000-ഓളം മത്സരാർത്ഥികൾ. ഒരാഴ്ചക്കാലം കണ്ണൂരിന് ഇനി കലയാട്ടക്കാലം. പ്രധാന വേദിയായ പോലീസ് മൈതാനത്തെ നിളയിൽ നാളെ രാവിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാർ പതാക ഉയർത്തും. ഔദ്യോഗിക ഉദ്ഘാടനം വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വിധി നിർണ്ണയത്തിൽ ഒരുപാട് പരാതികൾ ജില്ലാതലത്തിൽ നമ്മൾ കാണാറുണ്ട്. ഇത്തവണയും ഒരുപാട് പരാതികൾ ജില്ലാതലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ സുതാര്യവും വളരെ നീതിയുക്തവുമായ ഒരു വിധി നിർണ്ണയം ഉറപ്പാക്കുന്ന രീതിയിലാണ് സംസ്ഥാന കലോത്സവത്തിൻ്റെ വിധികർത്താക്കളെ നിശ്ചയിച്ചിരിക്കുന്നത്. 2.25 കോടിയോളം രൂപയാണ് കലോത്സവത്തിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ കലോത്സവം, പ്ലാസ്റ്റിക് വിമുക്ത കലോത്സവം എന്ന മുദ്രാവാക്യമാണ് ഇക്കുറി കലോത്സവത്തിന്റെ ഹൈലൈറ്റ്. കലോത്സവത്തിന് കണ്ണൂർ നഗരം തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. കൗമാരകലയുടെ വർണ്ണക്കാഴ്ചകൾക്കായി കണ്ണൂരിലേക്ക് കണ്ണുകൾ ഫോക്കസ് ചെയ്യുക. ആവേശത്തിന്റെ കടലിരമ്പത്തിന് കാതോർക്കുക. കലാകേരളം കാത്തിരുന്ന ആ 7 ദിനരാത്രങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പ്രവീൺ ധർമ്മശാലയ്ക്കും ലിമേഷ് ചെറുപഴിശിക്കുമൊപ്പം യദു നാരായണൻ, ടീം റിപ്പോർട്ടർ.